Happy Land presents powered by Legal Solicitors, co-powered by Rajakumari Gold and Diamonds. This program is brought to you by Al Nifa Contracting, UAE. യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന്റെ ഓർമ്മ കൊണ്ടാടുന്ന ദിവസമാണ് ഈസ്റ്റർ അഥവാ ഉയർപ്പ് തിരുനാൾ. ദുഃഖവെള്ളിയാഴ്ചയ്ക്ക് ശേഷമുള്ള ഞായറാഴ്ചയാണ് ഈസ്റ്റർ ആചരിക്കുന്നത്. ഭൂരിഭാഗ ക്രിസ്തുമത വിശ്വാസികളും ഈ ദിവസം സുപ്രധാന പുണ്യദിനമായി ആഘോഷിക്കുന്നു. തിന്മയുടെയും അസത്യത്തിന്റെയും ജയം താൽക്കാലികമാണെന്നും വളഞ്ഞ വഴികൾ സ്വീകരിക്കാതെ കഷ്ടങ്ങൾ സഹിച്ച് സത്യത്തിനു വേണ്ടി നിലനിൽക്കണം എന്നതാണ് ഈസ്റ്റർ നമുക്ക് നൽകുന്ന പാഠം. ഹാപ്പി ഈസ്റ്റർ എന്ന ഈ പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏവർക്കും അനുഗ്രഹത്തിൻ്റെയും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഈസ്റ്റർ ആശംസകൾ ഈ സമയത്ത് നേരുകയാണ്. ഒരു അനുഭവക്കുറിപ്പ് പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. മലയാള സാഹിത്യത്തിൽ തൻ്റേതായ ഇടം നേടിയ പ്രശസ്തനായ കവിയാണ് TP രാജീവൻ. അദ്ദേഹത്തിൻ്റെ പുറപ്പെട്ടു പോകുന്ന വാക്ക് എന്ന് പറയുന്ന ഒരു അനുഭവക്കുറിപ്പുകളുടെ ഒരു വലിയ സമാഹാരം പുസ്തകം ഈ അടുത്തിടെ വായിക്കുവാനായിട്ട് ഇടയായി. അദ്ദേഹത്തിൻ്റെ യാത്രകളിൽ അദ്ദേഹം പരിചയപ്പെട്ട അനേക മനുഷ്യരുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ് ആ പുസ്തകത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം ഒരിക്കൽ ഒരു ഗ്രീക്ക് ചിന്താഗതിയിലുള്ള ഒരു കവിയെ പ്രത്യേകമായിട്ട് പരിചയപ്പെടുന്നുണ്ട്. ഈ കവിയായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരു അനുഭവക്കുറിപ്പിനെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അദ്ദേഹം രാജീവനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ മത്സ്യത്തൊഴിലാളിയായി ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ പോയിട്ടുണ്ടോ? ഈ മനുഷ്യൻ പറഞ്ഞു, തൊഴിൽപരമായി എൻ്റെ മേഖല വളരെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളി എന്ന നിലയിൽ ഞാൻ ഒരിക്കലും പ്രവർത്തിച്ചിട്ടില്ല. അപ്പോൾ ഈ കവി നൽകുന്ന മറുപടി ഇങ്ങനെയാണ്, ഞാൻ മത്സ്യത്തൊഴിലാളിയായി അനേകം വർഷം എൻ്റെ യൗവന കാലഘട്ടത്തിൽ ജോലി ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത്തരത്തിൽ എനിക്കൊരു അനുഭവമുണ്ടായത് ഇങ്ങനെയാണ്. ഒരുപക്ഷെ ഒരു മത്സ്യത്തൊഴിലാളിയായി ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ യാത്രകളിലൊക്കെയും ആയിരിക്കുമ്പോൾ ഒരുപക്ഷെ കടലിൻ്റെ മുകളിൽ സമാധാനപരമായി ഒഴുകുന്ന വെള്ളത്തിന് താഴെ ഏറെ സന്തോഷത്തോടുകൂടി ജീവിതങ്ങളെ ഇങ്ങനെ നയിച്ചു കൊണ്ടുപോകുന്ന ഒരുപാട് മത്സ്യങ്ങളുണ്ട്, അവരുടെ കുടുംബങ്ങളുണ്ട്. അങ്ങനെ ഇരിക്കെ ഞാനൊരു കാഴ്ച കാണുന്നുണ്ട്. ഒരു ദിവസം എൻ്റെ വലയിൽ അനേകം മത്സ്യങ്ങൾ കുടുങ്ങുന്നുണ്ട്. ആ മത്സ്യങ്ങളൊക്കെയും ഞാനിങ്ങനെ കരയ്ക്കടുപ്പിച്ച് അതിലേക്ക് നോക്കുമ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു വയ്ക്കുന്നത് ഇങ്ങനെയാണ്, അവിടെ നോക്കുമ്പോൾ അനേകായിരം കണ്ണുകൾ എന്നെ ദയനീയമായി നോക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു. അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ അവസാനമായി ഈ മത്സ്യത്തൊഴിലിൽ ഇറങ്ങിയ ദിവസം അങ്ങനെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ കാഴ്ചകളെ ഏറെ മാറ്റിമറിച്ച ഒരു ദിവസമായിരുന്നു അത് എന്നുള്ളത്. ഒരുപക്ഷെ ഈ കഥ ഇവിടെ ഇങ്ങനെ അവസാനിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ കാഴ്ച വലിയ ദർശനങ്ങളിലേക്ക് ഈ മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നുണ്ട്. ആ വലിയ ദർശനങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വലിയ ബോധ്യങ്ങളായി പരിലസിക്കുന്നുമുണ്ട്. ഒരുപക്ഷെ വിശുദ്ധമായ ഉയർപ്പിൻ്റെ ശുശ്രൂഷയിൽ നമ്മളൊക്കെയും ഏറ്റുപറയുന്നത് ഇങ്ങനെയാണ്, അവൻ സത്യമായിട്ടും ഉയർത്തെഴുന്നേറ്റു എന്ന് ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. കേവലം ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് ഒരു കാഴ്ച മാത്രമല്ല, അതൊക്കെയും നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ വിശ്വാസത്തെ എത്രമാത്രം ആഴത്തിൽ കൊണ്ടുപോകുവാനുള്ള ഒരു വലിയ സാരാംശത്തെ വെളിപ്പെടുത്തി തരുന്ന ഒന്നാണ് ഉയർപ്പ് എന്ന് പറയുന്നത്. നമുക്ക് പുതിയ തെളിമയുള്ള നല്ല ചിന്തകളെ പരിലസിക്കുവാൻ ഈ ഈസ്റ്ററിൻ്റെ ദിനത്തിൽ സഹായകമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും ഒരിക്കൽ കൂടി സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നല്ല ഈസ്റ്ററിനെ ആശംസിക്കുന്നു. നല്ല കാഴ്ചകൾ നമുക്ക് കാണാം, നല്ല ദർശനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാം, നല്ല ദൃഷ്ടാന്തങ്ങളെ ഒരു പുതിയ തലമുറയ്ക്ക് നമുക്ക് പങ്കുവയ്ക്കാം. ഏവരെയും ദൈവം തമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. നമസ്കാരം. UK അടുത്തറിയാം എന്ന പ്രോഗ്രാമിലോട്ട് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മളുള്ള ഈസ്റ്റാമിലാണ്. ഈസ്റ്റാമിന്റെ മണ്ണിൽ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ലെജൻഡ് സോളിസിറ്റേഴ്സിന്റെ അടുത്താണ് നമ്മൾ ഇന്ന്. അപ്പൊ അതിന്റെ ഫൗണ്ടറിനെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? വാ.
അഡ്വക്കേറ്റ് അരവിന്ദ്. UK 2010 സ്റ്റുഡന്റ് വിസയിൽ വന്നു. ഷഫോർഡ്ഷെയർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഇവിടെ സോളിസിറ്ററായിട്ട് ക്വാളിഫൈ ചെയ്തു. സോളിസിറ്ററായിട്ട് പ്രാക്ടീസ് ചെയ്തു. 2010 വരെ 1-2 ഫേംസിൽ വർക്ക് ചെയ്തു. സ്വന്തമായിട്ട് 2010 ലെജൻഡ് സോളിസിറ്റേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട് മെയിനായിട്ട് ലോയിസിലാണ് പ്രാക്ടീസ് ചെയ്തത്. 2010 തൊട്ട് ഞാൻ എന്റെ സ്വന്തം ഫേമിലായിട്ട് ഇപ്പൊ 15 വർഷമായി. മെയിനായിട്ട് ഞങ്ങൾ ഇമിഗ്രേഷൻ ആൻഡ് പ്രോപ്പർട്ടിയാണ് ചെയ്യുന്നത്. ചില ക്ലയൻസിന് നിർബന്ധം കാരണം ഇടയ്ക്കൊക്കെ ഫാമിലിയും ക്രിമിനൽ ലോയും ചെയ്യാറുണ്ട്. ഇവിടുത്തെ എംപ്ലോയീസിനെ കുറിച്ച് ഓൾമോസ്റ്റ് 25 എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് 90% എംപ്ലോയീസും ഇവിടെ സ്റ്റുഡന്റ് വിസയിൽ വന്നിട്ട് പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്തിട്ട് PSW ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നവരാണ് ഏറ്റവും കൂടുതൽ. ഞങ്ങൾ എല്ലാ വർഷം ഒരു 2 to 3 പെയ്ഡ് ഇന്റേൺഷിപ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഫസ്റ്റ് വൺ ഗോ എന്നുള്ള രീതിയിലാണ് ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിലുപരി ഞങ്ങൾ ഇവിടെ വരുന്ന സ്റ്റുഡൻസിന് കരിയർ പാത്ത് അഡ്വൈസ് ചെയ്യാറുണ്ട്. അതായത് LLB കഴിഞ്ഞിട്ട് വരുന്നവർക്ക് എങ്ങനെ ഇവിടെ ലോയർ ആകുന്നുള്ളതും, എഞ്ചിനീയേഴ്സ് കഴിഞ്ഞിട്ട് വരുന്നവർക്ക് എങ്ങനെ ഇവിടെ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറായിട്ടും ആർക്കിടെക്ട് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിനും, അക്കൗണ്ടൻസ് ആയിട്ട് വരുന്നവർക്ക് എങ്ങനെ ഇവിടെ കരിയർ ബിൽഡ് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ അഡ്വൈസ് ചെയ്യാറുണ്ട്. ലെജൻഡ് സോൾജേഴ്സ് 2010 മുതൽ വർക്ക് ചെയ്യുന്നത്. ഇതുവരെ എത്ര കേസാണ് ഹാൻഡിൽ ചെയ്തത്? ഇനി പ്രോപ്പർട്ടി ആണെങ്കിൽ 10,000-ൽ ആൾക്കാർക്ക് ഞങ്ങൾ വീട് മേടിക്കാനും വിൽക്കാനും സാധിക്കും. എമിഗ്രേഷൻ ആണെങ്കിൽ ശരിക്കും കണക്കില്ല. അതിലുപരിയാണ് ഈ സത്യത്തിൽ കണക്കില്ല എത്ര സഹായിച്ചാണ്. എന്തായാലും മോർ ദാൻ 50,000 പറയാനുള്ളൂ. ഫ്രണ്ട്സ് ആൻഡ് ബ്രദേഴ്സ് ഇപ്പൊ കേരളത്തിലേക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്കുള്ള PR എന്ന് പറയുന്നത് അല്ലെങ്കിൽ ILR എന്ന് പറയുന്നത് 10 to 15, അതുപോലെ കെയർ സെക്ടറിൽ വർക്ക് ചെയ്യണ നോക്കുകയാണെങ്കിൽ 10 to 15 വർഷത്തിലോട്ട് മാറുന്നുണ്ട്. ഇതിനെപ്പറ്റി സാറിന് എന്താണ് പറയാനുള്ളത്? മൈഗ്രൻസിന്റെ ഇപ്പൊ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആണ് സ്കിൽ വർക്കറിന് മാത്രമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. സ്കിൽ വർക്കറിന് സ്റ്റുഡൻസിന് ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. അതായത് കഴിഞ്ഞ 6 വർഷത്തെ ഹിസ്റ്ററി എടുത്ത സ്കിൽ വർക്കേഴ്സും വരുന്നുണ്ട്. ഒരുപാട് സ്റ്റുഡൻസും വന്നിട്ടുണ്ട്. ഈ സ്റ്റുഡൻസ് വരുന്ന മെയിൻ ആയിട്ട് ഇവിടെ വന്നിട്ട് വർക്ക് പെർമിറ്റ് കിട്ടി സെറ്റിൽ ആവുക എന്ന ഉദ്ദേശത്തോടുകൂടി സ്കിൽ വർക്കേഴ്സ് വന്നാൽ ഡയറക്ട്ലി 5ാമത്തെ വർഷം എങ്ങനെയെങ്കിലും PR ആണെന്ന ഉദ്ദേശത്തോടാണ് വരുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ പ്രോബ്ലം സ്റ്റുഡൻസ് ഫേസ് ചെയ്തത് ലാസ്റ്റ് ഇയർ ആണ്. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ സ്റ്റുഡൻസിന് മിനിമം എംപ്ലോയർ 30,000 pounds ഉണ്ടെങ്കിൽ വർക്ക് പെർമിറ്റ് കിട്ടുമായിരുന്നു. അത് പെട്ടെന്ന് 33 ആക്കിയപ്പോഴത്തേക്ക് എംപ്ലോയീസ് കൊടുക്കാത്തൊരവസ്ഥ. പിന്നെ ഇനി സ്കിൽ വർക്കറുടെ കാര്യമാണെങ്കിൽ 5 വർഷം പ്രതീക്ഷ അടുത്ത 2026 PR കിട്ടുമെന്ന് പ്രതീക്ഷിച്ച സമയത്ത് പെട്ടെന്ന് 15 വർഷത്തെ നീട്ടിയപ്പോഴത്തേക്ക് പലരുടെ എക്സ്പെക്ടേഷൻ സകലം പറഞ്ഞു. പലരും PR കിട്ടിയിരിക്കും വളരെ നാട്ടിൽ പോകാൻ ഉദ്ദേശിച്ചവരുണ്ട്, അല്ലെങ്കിൽ PR കിട്ടിയിട്ട് വീട് മേടിക്കാൻ ഉദ്ദേശിച്ചവരുണ്ട്, പിന്നെ കുട്ടികളുടെ ഫണ്ട് പബ്ലിക് ഫണ്ട്സ് അവൈൽ ചെയ്യാൻ അങ്ങനെ പലരും പല ഉദ്ദേശത്തോടെ ഇന്നവരുണ്ട്. അവരുടെ എല്ലാ പ്രതീക്ഷകളാണ് മാറ്റുന്നത്. ഇപ്പൊ എന്ത് സംഭവിച്ചു എന്നുള്ള പറയുന്നതിലല്ല, എന്ത് നമുക്ക് ഈ സിറ്റുവേഷനിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഡിസ്കഷൻ വേണ്ടത്. സ്കിൽഡ് വർക്കർ ആണെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികളുള്ളവർക്ക് പ്രൈവറ്റ് ലൈഫിൽ അപ്ലൈ ചെയ്തപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാം. അവർക്ക് PR കിട്ടിയില്ലെങ്കിൽ പോലും അവർക്ക് ഈ ഹ്യൂമൻ റൈറ്റ്സ് വിസ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എംപ്ലോയ്മെന്റ് റെസ്ട്രിക്ഷൻ മാറും. അവരുടെ മെയിൻ ഈ സത്യം പറഞ്ഞാൽ ഒത്തിരി യൂട്യൂബേഴ്സ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും പലവരും ഈ നിയമത്തിനെതിരെ പോരാടാൻ വേണ്ടി നമ്മൾ പെറ്റീഷൻ കൊടുക്കണമെന്ന് എല്ലാവരും പറയുന്നത്. പക്ഷെ ഈ പെറ്റീഷൻ എങ്ങനെയാണ് കൊടുക്കുന്നത്? അതിന്റെ ഒരു കറക്റ്റ് ഫോം എങ്ങനെയാണ് അത് ചെയ്യുന്നത്? ഇൻഡിവിജ്വലി ഫൈറ്റ് ചെയ്യുന്ന ആർക്കില്ല, കളക്റ്റീവ്ലി ഒരു ഫോറമായിട്ട് ഫൈറ്റ് ചെയ്യണം. എസ്പെഷ്യലി അത് ചെയ്യാൻ കഴിയുന്ന ഓരോ അസോസിയേഷനിലെ മെമ്പേഴ്സ് നല്ല കളക്റ്റീവായിട്ട് ഓരോ ഫോറത്തിൽ ചെയ്തു, അതിൽ വോട്ട് ചെയ്യുക, ഇതിനെതിരെ അതാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് പെറ്റീഷനായിട്ട് നമ്മുടെ നാട്ടിൽ കൈകൊണ്ട് എഴുതി കളക്ടർക്ക് പെറ്റീഷൻ പോകുന്ന പരിപാടിയും കൂടി ഇല്ല. അത് യൂട്യൂബേഴ്സിന് അറിവില്ലായ്മ എന്ന് പറയുന്നതാണ് പെറ്റീഷൻ. ഫോറത്തിൽ ജോയിൻ ചെയ്ത് ഫൈറ്റ് ചെയ്യുന്നുള്ളൂ. തിമിർത്തിരസിക്കാം കുടുംബത്തോടെ കൂട്ടുകാരുമൊത്ത് ഹാപ്പി ലാൻഡ് വാട്ടർ തീം പാർക്ക് തിരുവനന്തപുരം. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും. പെരിയാർ റൈസ്. എൻ്റെയും എൻ്റെ കമ്പനി അൽനിഫ കോൺട്രാക്ടിങ്ങിൻ്റെ സ്റ്റാഫുകളുടെയും എൻ്റെ ഫാമിലികളുടെയും ആയ എല്ലാവിധ ഈസ്റ്റർ ആശംസകളും പ്രേക്ഷകർക്ക് നേർന്നുകൊള്ളുന്നു. നമസ്കാരം, എല്ലാ മാന്യ പ്രേക്ഷകർക്കും അടുത്തറിയാമിൻ്റെ പുതിയൊരു സെഗ്മെന്റിലേക്ക് സ്വാഗതം.
ഇന്ന് ഞാൻ ട്രിവാൻഡ്രം വെമ്പായത്തുള്ള ഹാപ്പി ലാൻഡിലാണ്. അടുത്തറിയാമിലെ ഇന്നത്തെ നമ്മുടെ അതിഥി ട്രിവാൻഡ്രത്തുകാർക്ക് പുതുമയുടെ മറ്റൊരു ലോകം സൃഷ്ടിച്ച് നൽകിയ ഹാപ്പി ലാൻഡ് വാട്ടർ തീം ആൻഡ് അമ്യൂസ്മെന്റ് പാർക്കിൻ്റെ MD ശ്രീ മോഹൻദാസ് സാറാണ്. വെൽക്കം സർ. സർ, നമ്മുടെ ഈ ഒരു വാട്ടർ തീം പാർക്ക് സ്റ്റാർട്ട് ചെയ്തത് ഏത് വർഷമാണ്? ഇത് 2005 ഒക്ടോബറിലാണ്. 2005 ഒക്ടോബർ. ഇപ്പോൾ 20 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ. ഇങ്ങനൊരു ഐഡിയ സാറിന് തോന്നിയത് എന്തുകൊണ്ടാണ്? ഇത് ഞങ്ങൾ പറഞ്ഞാൽ ഇത് ഗൾഫിലെ ഒരു തീരുമാനങ്ങളായിരുന്നു. ഇത് ഒരു NRI പ്രൊജക്റ്റാണിത്. കാരണം ഗൾഫിൽ ഞങ്ങൾ കുറച്ച് കൂട്ടുകാർ കൂടി പ്ലാൻ ഇട്ട ശേഷം ഇവിടെ വന്നിട്ട് അങ്ങനെ ഒരു പ്ലാൻ. കാരണം നമ്മുടെ കുറച്ച് കസിൻസ് സൗദി അറേബ്യയിൽ ഈ പാർക്കായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഐഡിയയാണ് ഞങ്ങൾക്ക് കിട്ടാൻ കാരണം. അങ്ങനെ കുറച്ച് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടായിരുന്നു. അതാണ് വരാൻ കാരണം. അതാണ്. കേരളത്തിൽ അമ്യൂസ്മെൻറ്റ് പാർക്കുകൾ കുറവാണ്. ഇപ്പോൾ ഇന്ത്യയെ വെച്ച് നോക്കിയാലും നമുക്ക് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്തുകാരെ സംബന്ധിച്ച് കേരളത്തിൽ ട്രിവാൻഡ്രത്ത് ഇങ്ങനെ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് വരിക എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ സാർ എന്തുകൊണ്ട് ട്രിവാൻഡ്രം ചൂസ് ചെയ്തു? അതാണ്, അതും ഒരു കഥയാണ്. ഇവിടെ ട്രിവാൻഡ്രത്തുള്ള കൂടുതൽ ഷെയർ ഹോൾഡേഴ്സ് അന്ന് ട്രിവാൻഡ്രംകാരായിരുന്നു. പാലക്കാടുള്ളത്, ഞാൻ പാലക്കാടുകാരനാണ്. പാലക്കാടുള്ളത് ഞങ്ങൾ നിസ്സാരം 5 പേരാണ് അന്നത്തെ. അപ്പോൾ അവർ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ആരുമില്ല എന്നാലും പറയാം. അങ്ങനെയാണ്, അതുകൊണ്ടാണ് ട്രിവാൻഡ്രത്തിൽ ഇവിടെ വരാൻ കാരണം. സാർ, നമുക്ക് ടോട്ടൽ എത്ര റൈഡാണ് ഇവിടെ ഉള്ളത്? ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു 17 റൈഡൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഒരു 30 റൈഡോളം ഉണ്ട് ഇവിടെ. ഇപ്പോൾ റൈഡ് കൂടുതലുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പുതിയ റൈഡ് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത April 15 മെയ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. സേഫ്റ്റിക്ക് എല്ലാവരും തന്നെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു റൈഡ് എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണോ? അതെ, എല്ലാ റൈഡും ഭയങ്കര നല്ല സേഫ്റ്റിയോടുകൂടി പ്രവർത്തിക്കുന്നതാണ്. ഒരു കംപ്ലയിൻസും ഇന്ന് വരെ ഇവിടെ ഉണ്ടായിട്ടില്ല. എല്ലാം സേഫ്റ്റിയാണ്. എല്ലാം ഔട്ട് സൈഡിൽ നിന്ന് കൊണ്ടുവരുന്നു. നമ്മളിവിടെ മെയിൻ ചെയ്ത് ഇവിടെ തന്നെയാണ് എല്ലാം ചെയ്ത് ഇവിടെ ഫിറ്റാക്കുന്നത്. ഔട്ട് സൈഡിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ ഫിറ്റാക്കുന്നതാണ്. ഓക്കെ. എത്ര ഏജ് തൊട്ടുള്ള കുട്ടികൾ മുതൽ എത്ര ഏജ് വരെ നമുക്കിവിടെ? ഇവിടെ 3 വയസ്സ് മുതൽ 80 വയസ്സ് 100 വയസ്സ് വരെ ഉള്ളവർക്ക് എപ്പോഴും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. അത് വൺ ഡേ വന്ന് എല്ലാവരും എൻജോയ് ചെയ്ത് പോകും. സർ, സാധാരണക്കാർക്ക് കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും. കാരണം കുട്ടികളും ഒക്കെ ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഇവിടുത്തെ വെള്ളത്തിന് എത്രത്തോളം പ്യൂരിറ്റി ഉണ്ട് എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അതിന് എത്രത്തോളം സേഫ്റ്റി കൊടുക്കുന്നുണ്ട്? അതൊക്കെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അതിനായിട്ട് ഞങ്ങൾ 10 സ്റ്റാഫുണ്ട്. വെള്ളം ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം 10 സ്റ്റാഫുകളുണ്ട്. അപ്പോൾ ഇത് അത്രയും നല്ല രീതിയിൽ കൊടുക്കണം എന്നുള്ള രീതി. കാരണം എൻ്റെ മക്കളാണ് ശരി, മറ്റുള്ളവരുടെ ഫാമിലിയാണ്, അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. കാരണം അതിനു വേണ്ടി ഞങ്ങൾ ഇവിടെ ദിവസവും വാട്ടർ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നല്ല അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ വെക്കുന്നത് അത് കറക്റ്റായിട്ട് വെച്ചിട്ടാണ് പോകുന്നത്. ഒരു കംപ്ലയിൻസ് ഇന്ന് വരെ വാട്ടറിൽ ഉണ്ടായിട്ടില്ല. സർ, ഇപ്പോൾ ഇവിടെ വർക്കിംഗ് അല്ലേ? ഒത്തിരി ജോലിക്കാരൊക്കെ നിൽക്കുന്നുണ്ടല്ലോ. അതെ, ഇപ്പോൾ ഇത് ഞങ്ങൾ എല്ലാ വർഷവും ഒരു 20 ഡേയ്സ് 25 ഡേയ്സ് ഞങ്ങൾ മെയിൻ്റനൻസ് എല്ലാ റൈഡുകളും എല്ലാം റിപ്പയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. കാരണം എല്ലാ റൈഡും ഞങ്ങൾ ചെയ്യാറുണ്ട് എല്ലാ വർഷവും. കാരണം ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങളെല്ലാം ചെയ്യുന്നതാണ്. കാരണം ഏത് റൈഡാണ് എന്താ കംപ്ലയിൻറ്റ് എല്ലാ റൈഡും ഈ 20-25 ഡേയ്സിനുള്ളിൽ ഞങ്ങളെല്ലാം മെയിൻ്റനൻസ് ചെയ്ത് ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി റെഡിയാക്കുന്നത്. അതിനാണ് ഇപ്പോൾ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ക്വാളിറ്റി ചെക്കിങ് എല്ലാ ചെക്കിങ്, സേഫ്റ്റി, ബെൽറ്റ്, A to Z അതാണ് ഉദ്ദേശിച്ചത്. A to Z ഞങ്ങൾ ഓരോ മിഷനറീസും ഓപ്പൺ ചെയ്ത് എല്ലാം ചെയ്ത് ഞങ്ങൾ എല്ലാം ക്ലിയർ ചെയ്തിട്ട് വെക്കും. അത് കഴിഞ്ഞ ശേഷം പിന്നെ ഡെയിലി ഓരോന്ന് ചെയ്യുന്നുണ്ടാവും. അത് വേറെ മെയിൻലി ഇയർലി ഞങ്ങൾ എല്ലാ വർഷവും ഞങ്ങൾ ക്ലോസ് ചെയ്തിട്ട് ഞങ്ങൾ ചെയ്ത് വെക്കുന്നുണ്ട്. അതാണ്. ഇപ്പം നമുക്ക് ഇനിയിപ്പോൾ സീസൺ സ്റ്റാർട്ട് ചെയ്യുവാണല്ലോ അല്ലേ? April May എന്ന് പറയുന്നത് സീസണാണ്, കുട്ടികൾക്ക് വെക്കേഷൻ വരുമ്പോൾ. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ കൂടുതൽ നമ്മൾ ട്രിവാൻഡ്രത്തുള്ളവരാണോ വരുന്നത് അതോ ഔട്ട് ഓഫ് ഡിസ്ട്രിക്റ്റിൽ നിന്ന് വരുന്നത്? അല്ല, ഒരുപാട് വരുന്നുണ്ട്. കാസർഗോഡ്, കോഴിക്കോട്, അവിടെ നിന്ന് എല്ലാം വരുന്നുണ്ട്. കോഴിക്കോട് എല്ലായിടത്തും വരുന്നുണ്ട്. ട്രിവാൻഡ്രം മാത്രമേ ചിലപ്പോൾ ട്രിവാൻഡ്രത്തുകാർ ചിലപ്പോൾ കുറവായിരുന്നു തോന്നുന്നുണ്ട്. അതെ, മറ്റെല്ലാ സ്ഥലത്തുനിന്നും വരുന്നുണ്ട്. അങ്ങനെയുള്ളത് ഇപ്പോൾ കൂടുതൽ തമിഴ്നാട് ഇഷ്ടംപോലെ വരുന്നുണ്ട്. തമിഴ്നാട് കസ്റ്റമർ ഇപ്പോൾ കൂടുതലാണ്. കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്, നല്ല രീതിയിൽ പോകുന്നുണ്ട്. അത് കംപ്ലയിൻസ് ഇല്ല. അതാണ് എല്ലാം റൈഡിനെ പറ്റി കംപ്ലയിൻസ് ഇല്ല. അവർ പറയുന്നത് വൺ ഡേ എൻജോയ് ചെയ്യാൻ പോകുന്ന ഒരു സ്ഥാപനമാണ് ഹാപ്പി ലാൻഡ്. അതാണത്. സർ, ഈ ഹാപ്പി ലാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് 1 ഡേ ഫുൾ എൻജോയ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ നമ്മുടെ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ടിക്കറ്റിൽ ഫുഡ് ഇൻക്ലൂഡഡ് ആണോ? അതെ,
കാരണം സ്കൂൾ എല്ലാം 3 വയസ്സ് മുതൽ നമ്മൾ ഓരോ ഏജ് ചെയ്യുന്നുണ്ട്. ഓരോ ഏജിനനുസരിച്ചിട്ട് ഫുഡ് അവർക്ക് കൊടുത്തിട്ട് നമ്മൾ പാക്കേജ് ചെയ്യുന്നു. ഫുഡിന് ഇന്ന് വരെ ഒരു കംപ്ലൈൻറ്റും ഇവിടെ എത്തിയിട്ടില്ല. കാരണം നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മൾ തന്നെ കൊടുക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞു തന്നത്. എൻ്റെ മക്കൾ പോവുകയാണെങ്കിലും അത് നല്ല രീതിയിൽ കഴിച്ചിട്ട് പോകണം. ആ ഫുഡിന് ഒരു കംപ്ലൈൻറ്റും വരരുത്. നല്ല റൈസ്, നല്ല ഫുഡ്, എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതാണ് ഹാപ്പി ലാൻഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ. അല്ലാത്ത പലരും ഔട്ട് ഹൗസ് ചെയ്യും. കാരണം നമ്മളെ ഈ പറഞ്ഞ റെസ്റ്റോറൻറ്റൊക്കെ നമ്മൾ പുറത്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ ആ ഒരു സ്ഥാപനത്തിനൊരു ഇതുണ്ടാവില്ല. അപ്പോൾ നമ്മൾ തന്നെ ഫുഡ് ഉണ്ടാക്കി നല്ല രീതിയിൽ ഒരു കംപ്ലയിൻസും വരാതെ. കാരണം ഇവിടെ 9 മണിക്ക് എത്തും. 9 മണിക്ക് എത്തിക്കഴിഞ്ഞാൽ കുട്ടികൾ പിന്നെ ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വേണമെങ്കിൽ അതും നമ്മൾ സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് പാക്കേജിൽ ഉൾപ്പെടുന്നതാണ്. കുട്ടികൾക്കുള്ള പാക്കേജിൽ ഉൾപ്പെടുന്നുണ്ട്. അതാ പറഞ്ഞ് 3 വയസ്സ് മുതൽ 60 വയസ്സ് വരെ ഞങ്ങൾ അതുപോലെ കൊടുക്കുന്നുണ്ട്. കമ്പനികൾക്ക് അടക്കം കൊടുക്കുന്നുണ്ട്, ഫുഡ് അടക്കം കൊടുക്കുന്നുണ്ട്. സർ, നമുക്ക് ടോട്ടൽ എത്ര സ്റ്റാഫ് ഉണ്ട്? ഓരോ റൈഡിലും സ്റ്റാഫ് വേണമല്ലോ? വേണം. കാരണം സ്റ്റാഫില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പോൾ അവിടെ ഒരു 100-120ഓളം സ്റ്റാഫുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റാഫാണ് ഞാൻ ഒരു സ്ഥാപനത്തിൻ്റെ കരുത്ത് പറയുമല്ലോ, അതാണ് സ്റ്റാഫ് നമ്മൾ എല്ലാ കാര്യവും. ഇപ്പോൾ 10-20 വർഷമായ സ്റ്റാഫുണ്ട്, മിഡിലൊരു 15 വർഷമായ സ്റ്റാഫുണ്ട്, 10 വർഷമായ സ്റ്റാഫുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്, നല്ലവരെ അനുഭവിക്കുന്ന ആൾക്കാരും കൂടിയാണ്. പിന്നെ അവർക്ക് വേണ്ടി ഈ പറഞ്ഞ സാറ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തും കൊടുക്കുന്നുണ്ട്. അവർക്ക് എന്താ ബുദ്ധിമുട്ട് പറഞ്ഞാൽ അത് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ഓണം പരിപാടി ഇപ്പോൾ അവർക്ക് ടൂർ പോകുന്നുണ്ട്. ഇപ്പോൾ പാലക്കാടാണ്, നെല്ലിയാമ്പതി പോകുന്നുണ്ട്. അത് എല്ലാ വർഷവും ഞങ്ങൾ ടൂർ പാക്കേജ് ചെയ്യുന്നുണ്ട്. കമ്പനി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. 1 ഡേ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ 2 ഡേയ്സ് ചെയ്യുന്നുണ്ട്. അതെല്ലാം അതുപോലെ നടന്നു പോകുന്നുണ്ട്. സ്റ്റാഫിന് വേണ്ടി എന്താ വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ഇതിൻ്റെ ഒരു വിജയം. കാരണം സ്റ്റാഫ് ഉണ്ടെങ്കിലേ നമുക്ക് അത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അത് നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഓക്കെ, ടോട്ടൽ നമുക്ക് 120 സ്റ്റാഫുണ്ട്. 120 സ്റ്റാഫുണ്ട്. ഓക്കെ, അപ്പോൾ സാറിൻ്റെ ഇനി വരുന്ന പ്രോജക്റ്റുകൾക്കും ഒക്കെ തന്നെ എല്ലാവിധ ആശംസകളും നേരുന്നു. അടുത്തറിയാമിൽ സാറിൻ്റെ വിലപ്പെട്ട സമയം ഞങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. ഓക്കെ, നന്ദി. നമസ്കാരം. എൻ്റെ പേര് പുന്നൂസ് മാത്യു കോവൂർ. ഞാൻ അൽനീഫ കോൺട്രാക്റ്റിംഗ് കമ്പനിയുടെ MD ആണ്. നമ്മുടെ എൻ്റെ വീട് തിരുവല്ലയിലാണ്. ഏകദേശം 48 വർഷം മുന്നെയാണ് ഞാനിവിടെ 1977 ഞാൻ UAE വന്നതാണ്. അന്ന് വന്ന കാലത്തൊക്കെ കുറച്ച് നാൾ ഞാൻ മുനിസിപ്പാലിറ്റിയിലൊക്കെ ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് കമ്പനി തുടങ്ങുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഈ കമ്പനി അൽനിഫ കോൺട്രാക്റ്റിംഗ് കമ്പനി 2002 ആരംഭിച്ചതാണ്. ഷെയ്ഖാണ് എൻ്റെ കൂടെ ഉള്ള പാർട്ട്ണർ. കമ്പനി നല്ല രീതിയിൽ ഓടുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 1700 ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. മെയിൻലി ഞങ്ങൾക്ക് ഷാർജ എമിറേറ്റ്സ്, ഉമ്മൽക്കോയിന്, റാസക്കേമ ഈ 3 സ്ഥലത്താണ് ഞങ്ങളുടെ പണികൾ നടക്കുന്നത്. 3 ഞങ്ങൾക്ക് ലൈസൻസ് ഉണ്ട്. 3 പണികൾ നടക്കുന്നുണ്ട്. ഏകദേശം 5700 ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഇപ്പോഴത്തെ മെയിനായിട്ടുള്ള പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഷാർജയിൽ ഒരു 500 വില്ല, മോർ ദാൻ 700 മില്യൻ്റെ പ്രൊജക്റ്റ് ഓൺ ഗോയിങ്. അബൌട്ട് 20% വർക്ക് കംപ്ലീറ്റഡ്. മറ്റേത് നടന്നുകൊണ്ടിരിക്കുന്നു. അതൊന്ന്. രണ്ടാമത്തേത് റാസക്കേമയിൽ മാർജാൻ ഐലൻഡിലെ ഒരു G+12 നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ കുറച്ച് ഉമ്മൽക്കോയിലൊക്കെ കുറച്ച് പണികൾ ഇങ്ങനെ വയർ ഹൗസസും വില്ലകളും ഒക്കെ പണികൾ നടക്കുന്നുണ്ട്. ഹൈ റൈസ് ബിൽഡിങ്ങിൻ്റെ ഉണ്ട്. അതുപോലെ തന്നെ വില്ല കമ്മ്യൂണിറ്റി വില്ലാസ് വർക്കുണ്ട്. ഇതാണ് മെയിൻലി. ഞങ്ങൾ ടേൺ കീ പ്രൊജക്റ്റാണ് എടുക്കുന്നത്. കംപ്ലീറ്റ് A to Z വർക്ക് ഞങ്ങൾ തന്നെ ചെയ്യും. ഓൺലി എക്സെപ്ഷൻസ് HVAC മീൻസ് AC വർക്ക് ഒഴികെ ബാക്കിയുള്ള പണികളെല്ലാം ഞങ്ങൾ തന്നെയാണ്, അൽനീഫ തന്നെയാണ് എടുക്കുന്നത്. മീൻസ് ടേൺ കീ. ആദ്യകാലങ്ങളിലൊക്കെ ചെറിയ ചെറിയ പണികളെ തുടങ്ങി. ഇപ്പം വന്ന് ഇപ്പോൾ വലിയ പ്രൊജക്റ്റുകൾ കിട്ടുന്നു. ഇപ്പം നിയർ അബൌട്ട് ഒരു 1 ബില്യൻ്റെ, അതായത് 950 മില്യൻ്റെ പ്രൊജക്റ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം
നമ്മുടെ നീഫയ്ക്കകത്ത് ഏകദേശം ഒരു 18-19 എൻജിനീയേഴ്സുണ്ട്. പിന്നെ ഓഫീസ് സ്റ്റാഫും എല്ലാവരും കൂടെ ചേർന്ന് സ്റ്റാഫായിട്ട് മാത്രം ഏകദേശം ഒരു 110 സ്റ്റാഫുണ്ട്. പിന്നെ ലേബേഴ്സും അതർ ലേബേഴ്സ് കാറ്റഗറി എല്ലാം കൂടെ ഒരു 1700 ആൾക്കാരും ജോലി ചെയ്യുന്നുണ്ട്. ഇതാണ് കമ്പനിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻസ്. പുതിയ പ്രൊജക്റ്റുകൾ അവിടെ ഇവിടെയൊക്കെ നമ്മൾ പ്രൈസ് കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. വലിയ വലിയ പ്രൊജക്റ്റുകൾ കൊടുക്കുന്നുണ്ട്. മർജാൻ ഐലൻഡിലും വേറെ ബിൽഡിങ്ങുകൾ വരുന്നുണ്ട്. അതിനെല്ലാം പ്രൈസ് കൊടുത്തിട്ടുണ്ട്. നെഗോസിയേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ പ്രൊജക്റ്റ് വരികയാണെങ്കിൽ കിട്ടും. പക്ഷേ നമുക്കിപ്പോൾ ലേബേഴ്സിനെ കിട്ടാൻ ഇച്ചിരി പ്രശ്നം വരുന്നുണ്ട്. അത് സോൾവ് ആവുകയാണെങ്കിൽ പുതിയ വലിയ വലിയ പ്രൊജക്റ്റുകൾ എടുക്കാൻ ഉദ്ദേശമുണ്ട്. എൻ്റെ നാട്ടിലെ ജീവിതം എന്ന് പറഞ്ഞാൽ 22 വയസ്സ് വരെ ഞാൻ നാട്ടിലായിരുന്നു. 23-ാമത്തെ വയസ്സിലാണ് ഞാനിവിടെ UAE വരുന്നത്. ആ 22 വർഷവും അറിവായപ്പം മുതൽ ഈസ്റ്റർ സ്പെഷ്യലായിട്ട് നമ്മുടെ വീടുകളിൽ എല്ലാം ഓരോരോ എൻ്റർടൈൻമെൻറ്റും ഒക്കെ എല്ലാവരും കൂടെ കൂടുക. ഫാദറിൻ്റെ സിസ്റ്റേഴ്സും അവരും ഇവരും എല്ലാം ഒരു ഗെറ്റ് ടുഗദർ ഈസ്റ്റർ പ്രമാണിച്ച് നടത്തുന്നതാണ്. ആ സമയത്ത് ആണ് എൻ്റെ ഫാദറിൻ്റെ ബർത്ത്ഡേ ഒക്കെ. സോ അതാണ് ഒരു റിമെമ്പറൻസ് ഈസ്റ്ററിന് നാട്ടിലെ വെച്ച്. UAE വന്നിട്ട് മെയിനായിട്ട് ഈസ്റ്ററിന് നമ്മൾ ഓഫ് കോഴ്സ് അന്ന് ഡ്യൂട്ടി ടൈം ആയിരിക്കും. എന്നാൽ തന്നെ ഞങ്ങൾ നേരത്തെ രാവിലെ ഓഫീസിൽ വന്നിട്ട് ഒരുമാതിരി ആൾക്കാർക്കെല്ലാം ആ ദിവസം ഉച്ച കഴിഞ്ഞ് ലീവായിരിക്കും. അങ്ങനെ മെയിൻലി ഈസ്റ്റർ പള്ളിയിൽ പോവുക. രാവിലെ വെളുപ്പിനെ പള്ളിയിൽ പോവും. അത് കഴിഞ്ഞ് വന്നിട്ട് എല്ലാവരും കൂടെ ഒരു ലഞ്ച് ഒക്കെ ഒരു ഗെറ്റ് ടുഗദർ കഴിവതും നടത്തുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഈസ്റ്ററിൻ്റെ ഓർമ്മകൾ. നീഫ കമ്പനിയുടെ വളർച്ചയുടെ മെയിനായിട്ട് രഹസ്യം ആൾക്കാരുടെ ആത്മാർത്ഥതയുള്ള ആ ഒരു സപ്പോർട്ട് കിട്ടിയത് കാരണമാണ് നമുക്കിത്രയും വളർച്ച ഈ കമ്പനിക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന വളർച്ചയ്ക്ക് മെയിനായിട്ടുള്ള കാരണം. സ്റ്റാഫിൻ്റെ ആയി, ഫ്രം അവർ ഷെയ്ഖ് സൈഡിൽ നിന്നാണേലും ആയി, പിന്നെ ഓൾ ലേബേഴ്സിൻ്റെ എല്ലാവരുടെയും സപ്പോർട്ടും സിൻസിയാരിറ്റിയും കൊണ്ട് ആണ് ഈ ഒരു വളർച്ചയ്ക്ക് കാരണമായിട്ടുള്ളത്. ഉമ്മൽക്കുയിൻ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഞങ്ങളുടെ ഹെഡ് ഓഫീസ്. ഇവിടെയും ഷാർജയിലും റാസക്കൈമയിലും ഉണ്ട്. പക്ഷേ ഇവിടെ നിന്ന് എല്ലാവർക്കും നമുക്ക് വേണ്ടുന്ന സപ്പോർട്ടുകൾ മുനിസിപ്പാലിറ്റിയായി, ലോക്കൽസിൻ്റെ ഇടയിലായി, ഷെയ്ഖുമാരുടെ ഇടയിലായി എല്ലാവരും നല്ല രീതിയിലുള്ള സപ്പോർട്ട് നമുക്ക് തരുന്നു. അത് ഒരു വലിയൊരു അനുഗ്രഹമായി ഈ കമ്പനി ഇത്രയും പൊസിഷനിൽ വരാനുള്ള വഴിയുണ്ടായത് മെയിൻ കാരണം. തിമിർത്തിരസിക്കാം കുടുംബത്തോടെ കൂട്ടുകാരുമൊത്ത് ഹാപ്പി ലാൻഡ് വാട്ടർ തീം പാർക്ക് തിരുവനന്തപുരം. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും. പെരിയാർ റൈസ്. എൻ്റെയും എൻ്റെ കമ്പനി അൽനിഫ കോൺട്രാക്ടിങ്ങിൻ്റെ സ്റ്റാഫുകളുടെയും എൻ്റെ ഫാമിലികളുടെയും ആയ എല്ലാവിധ ഈസ്റ്റർ ആശംസകളും പ്രേക്ഷകർക്ക് നേർന്നുകൊള്ളുന്നു. തിരുവനന്തപുരത്ത് വേമ്പായത്തിനടുത്തുള്ള ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്കിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. റൈഡുകളെ കുറിച്ച് അറിയാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിലുള്ളത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വേവ് പൂളിൻ്റെ ഫ്രണ്ടിലാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വേവ് പൂളാണ്. ഇത്രയും നീളം കൂടിയ വേവ് പൂൾ നമുക്ക് വേറെ എവിടെയും കാണാൻ കിട്ടില്ല. മാത്രമല്ല ഇവിടെ
പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേകമാണ് ഇവിടെയുള്ള ഒരു അറേഞ്ച്മെൻറ്റ്. ലേഡീസിനും ജെൻസിനും 2 സൈഡിലായിട്ടാണ് വേവ് പൂൾ എൻജോയ് ചെയ്യാനുള്ള സെക്ഷൻ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. കുട്ടികൾക്കും അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇത്രയും നീളം കൂടിയ വേവ് പൂൾ നമുക്ക് കടലിൻ്റെ അകത്ത് പോകുന്നൊരു ഫീലാണ്, തിരമാലകളുടെയൊക്കെ ഇടയിൽ ഇങ്ങനെ പോകുന്ന ഒരു ഫീൽ കിട്ടുന്ന ഒരു വേവ് പൂളാണ്. ഹാപ്പി ലാൻഡിൽ എല്ലാ സ്വിമ്മിംഗ് പൂളും സുരക്ഷിതവും ശുദ്ധജലവും ഉള്ളതുമാണ്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫിൽറ്റർ പ്ലാന്റുകളും ക്ലോറിൻ ഡോസ് പമ്പുകളും സ്വന്തം ലബോറട്ടറിയിൽ ടെസ്റ്റ് ചെയ്ത് pH മൂല്യം ഉറപ്പുവരുത്തി ക്ലോറിനേറ്റ് ചെയ്ത വെള്ളത്തിൽ ഒരു പേടിയും കൂടാതെ കുടുംബസമേതം ആർത്തുല്ലസിക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഹാപ്പി ലാൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ കൊച്ചു കുട്ടികൾക്കുള്ള പ്ലേ ഏരിയയിലാണ്, അതായത് കിഡ്സ് ഏരിയയിലാണ് നിൽക്കുന്നത്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒത്തിരി റൈഡുകളുണ്ട്. ഇപ്പോൾ ഇത് 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ റൈഡാണ്. ഇതിൻ്റെ പേര് എയ്റോപ്ലെയിൻ റൈഡ് എന്നാണ്. അപ്പോൾ 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഈ പ്ലെയിനിലൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരിക്കും. നല്ലൊരു ഫീലല്ലേ ഈ മുകളിൽ നിന്ന് ഇങ്ങനെ പോയി വരുന്നത്. അപ്പോൾ ആ കുട്ടികൾക്കുള്ള ഒരു റൈഡാണിത്. അപ്പോൾ പേരൻസിൻ്റെ ഒരു സൂപ്പർവൈഷനിൽ തന്നെയാണ് ഈ ഒരു റൈഡ് നമുക്ക് കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കുന്നത്. അതാണ് എയ്റോപ്ലെയിൻ റൈഡ്. ഇവിടെയുള്ള ജംഗിൾ സഫാരി എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയുടെ അകത്താണ് ഞാൻ നിൽക്കുന്നത്. പേര് പോലെ തന്നെ ജംഗിൾ സഫാരിയാണ്, കാട്ടിൻ്റെ അകത്തു കൂടെയുള്ള ഒരു യാത്ര. ഇവിടെ ഇനി അകത്തു പോകുമ്പോൾ എന്തെല്ലാം മൃഗങ്ങളാണ്, ഏതെല്ലാം പക്ഷികളാണ്, എന്തൊക്കെയാണ് എൻ്റെ മുന്നിലേക്ക് വരാൻ പോകുന്നത് എന്നറിയില്ല. ചിലപ്പോൾ ഡൈനോസർ കാണും, ചിലപ്പോൾ പാമ്പ് കാണും, അനക്കോണ്ട കാണും, ചിമ്പാൻസി കാണും, എന്ത് വേണമെങ്കിലും കാണും. എന്തായാലും നല്ല രസമുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കും കാട്ടിൻ്റെ അകത്തു കൂടെ പോകണം. ഈ എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ആനിമൽസ് ഇല്ലേ, ഡൈനോസോർ അതുപോലെയുള്ള എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ആനിമൽസിനെയൊക്കെ കണ്ട് മനസ്സിലാക്കണം, തൊട്ട് അതിൻ്റെ അടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഹാപ്പി ലാൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ ജംഗിൾ സഫാരി എന്നുള്ളൊരു റൈഡ് എക്സ്പീരിയൻസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിതിനകത്ത് പോകാം. ടോട്ടൽ ഒരു കാടിൻ്റെ ഒരു ഫീലാണ് ഇപ്പം എനിക്കകത്തുള്ളത്. നല്ല തണുപ്പും നല്ല ഇരുട്ടും നല്ല രസമുണ്ട്. അപ്പോൾ നമുക്ക് പോയി കണ്ടാലോ കാടിൻ്റെ ഉള്ളിലൊക്കെ എങ്ങനെയാണെന്ന്. കാടറിഞ്ഞുള്ള സാഹസിക സവാരിയായാലോ? കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ വനയാത്രയുടെ സന്തോഷം നിറയ്ക്കാം ജംഗിൾ സഫാരി. കിഡ്സ് ഏരിയയിലുള്ള വേറൊരു റൈഡിൻ്റെ നടുക്കാണ് ഞാൻ നിൽക്കുന്നത്. നമുക്ക് ചുറ്റും കാണാം കുറേ ഫ്രോഗ്സ്, തവളകൾ അല്ലേ. അതുകൊണ്ട് ഈ റൈഡിൻ്റെ പേരാണ് ക്രോ ക്രോ. കുട്ടികൾ നല്ല ഫാൻറ്റസി ആയിട്ട് തോന്നുന്ന ഒരു റൈഡാണിത്. ക്രോ ക്രോ, അതായത് 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള റൈഡാണിത്. പേരൻസിൻ്റെ ഒരു നിരീക്ഷണത്തിലാണ് ഈ റൈഡിൽ കുട്ടികളെ നമ്മൾ കയറ്റി വിടുന്നത്. ഇതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ക്രോ ക്രോ എന്ന് പറയുന്ന പോലെ ക്രോ ക്രോ ഓരോ തവള ഇങ്ങനെ ക്രോ 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ ചുറ്റിപ്പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ പിള്ളേർക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുകയും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു റൈഡാണിത്. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഇവിടുത്തെ സ്മാഷ് എന്ന് പറയുന്ന ഈ റൈഡിലാണ്. ഇവിടെ നമുക്ക് കാണാം, ഇവിടെ ഈ ചെയേഴ്സ് ഉണ്ട്. ഇതിലിരുന്ന് കഴിഞ്ഞാൽ അവർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓരോ കസേരയും കിടന്നിങ്ങനെ കറങ്ങും. ചുമ്മാ ഇങ്ങനെ കറങ്ങുന്നതല്ല, അതിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ മൂവ് ചെയ്യും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കറങ്ങും. മറ്റുള്ള മൂവ്മെൻറ്റ്സ് ഉണ്ട്, ഒത്തിരി മൂവ്മെൻറ്റ്സ് വരുന്ന ഒരു ആക്ടിവിറ്റിയാണിത്. അപ്പോൾ നമുക്ക് ഒത്തിരി മുതിർന്നവർക്കും കുട്ടികൾക്കാണെങ്കിൽ മുതിർന്നവരുടെ കൂടെയും ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു റൈഡാണിത്. രാവിലെ 10 മണിക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ റൈഡുകളെല്ലാം എൻജോയ് ചെയ്യാം. ലാൻഡ് റൈഡ്സ് അതുപോലെ വാട്ടർ റൈഡ്സ് ഇതിലൊക്കെ എൻജോയ് ചെയ്യാം. ഇവിടെ ഫുഡ് കോർട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ട ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാം. അതുപോലെ ദൂരെ നിന്ന് വരികയാണെങ്കിൽ വേണമെങ്കിൽ ഇവിടെ താമസിച്ച് അടുത്ത ദിവസം റൈഡുകൾ എൻജോയ് ചെയ്യാനുള്ള ഒരു സംവിധാനവും ഇവിടെയുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും നമുക്ക് വേറൊരു ലോകത്തിലേക്ക് എത്തിയ ഒരു ഫീൽ കിട്ടും നമ്മുടെ ഈ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ എത്തിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇനി നിങ്ങളെല്ലാവരും ഫാമിലിയും കൂട്ടി പിള്ളേരെല്ലാം കൂട്ടി അടിച്ചു പൊളിക്കാനും ഹാപ്പി ആയിട്ടിരിക്കാനും വരിക ഹാപ്പി ലാൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്കിൽ. ദിസ് ഇസ് സുകന്യ ജയറാം. വിൽ ബി ടോക്കിംഗ് വിത്ത് യു അബൌട്ട് അതർ റൈഡ്സ് ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ്. ബൈ. ഹാപ്പി ഈസ്റ്റർ എന്ന ഈ പരിപാടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ലോകമെമ്പാടും ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്നു. സന്തോഷകരമായി പരസ്പര വിശ്വാസത്തോടെ സാഹോദര്യത്തോടെ സമാധാനത്തോടെ എല്ലാവരും ഒത്തൊരുമയായി ജീവിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. Happy Land presents powered by Legal Solicitors, co-powered by Rajakumari Gold and Diamonds. This program is brought to you by Al Nifa Contracting, UAE.